ഹലോ ഓൾ. സോ മോഡ്യൂൾ 2 നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, പിന്നെ ഒന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പിന്നെ ഒന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ മൂന്ന് ടോപ്പിക്കും പഠിച്ചു പോകോളൂ. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. ഇനി ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ് ഈ ഡെഫിനേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഡെഫിനേഷനിൽ എന്തൊക്കെ വരുന്നു? ഒന്ന് പാർലമെന്റും, പിന്നെ ഒന്ന് കേന്ദ്ര ഗവൺമെന്റും, പിന്നെ ഒന്ന് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് നിയമസഭയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും, പിന്നെ ലോക്കൽ അതോറിറ്റീസ് ലൈക്ക് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡുകൾ, ഇതൊക്കെ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷനിൽ വരുന്നതാണ്. ഓക്കെ. ഇനി അത് മാത്രമല്ല ചില പ്രൈവറ്റ് കമ്പനികൾ, ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് കമ്പനി അല്ല പബ്ലിക് ഓൺഡ് കമ്പനികൾ, അതായത് LIC, ONGC, SAIL, ഇങ്ങനെയുള്ള കമ്പനികളിൽ 50% കൂടുതൽ സ്റ്റേക്ക് അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയതുകൊണ്ട് അതിനെയും സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ കൺസിഡർ ചെയ്യും. അപ്പോൾ LIC അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ് കംസ് അണ്ടർ ദി ഡെഫിനേഷൻ ഓഫ് എ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ, അത് ഗവൺമെന്റ് ഓൺഡ് കമ്പനിയാണ്. ഗവൺമെന്റ് സർവൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതായത് LICയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗമാണ്. സോ ഇറ്റ് കംസ് അണ്ടർ ദി ഡെഫിനേഷൻ ഓഫ് എ സ്റ്റേറ്റ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് ഇതെന്തായാലും ചോദിക്കും. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്, എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് ചോദിക്കാം. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഏത് പാർട്ടിലാണ് വരുന്നത്, ഏതൊക്കെ ആർട്ടിക്കിളാണ്, 12 to 35 ആണ്. പിന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. മാഗ്ന കാർട്ട എന്ന് പറയാൻ കാരണം എത്രയേ ഉള്ളൂ. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ UK അല്ലെങ്കിൽ ബ്രിട്ടൻ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന സമയത്ത് 1200കളിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെ ആ പേപ്പറിന് കൊടുത്ത പേരാണ് മാഗ്ന കാർട്ട. അപ്പൊ അവിടുത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ പേപ്പറിന് കൊടുത്ത പേര് മാഗ്ന കാർട്ട ആയതുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളത്. അപ്പൊ അതിനും മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്ന് പേര് കൊടുത്തു. ഓക്കെ. പിന്നെ ജസ്റ്റിഷ്യബിൾ ആണ്. നിങ്ങൾക്ക് കോടതി പോയി ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾക്ക് യു ക്യാൻ ഗെറ്റ് ജസ്റ്റിസ്. പിന്നെ US കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടിട്ടാണ് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് ആണ് ഓൾ സിറ്റിസൺസ് അല്ലെങ്കിൽ ഓൾ പേഴ്സൺസ് വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഇനി ഇതിന്റെ നേച്ചർ എന്തൊക്കെയാണ്? ഓക്കെ, ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോ വ്യക്തികളുടെയും ഈക്വാലിറ്റി സംരക്ഷിക്കുന്നു, ഓരോ വ്യക്തികളുടെയും ഡിഗ്നിറ്റി സംരക്ഷിക്കുന്നു, പിന്നെ ഇത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഗുണകരമാകുന്നു. ഓക്കെ. പിന്നെ ഇതൊരു അതോറിറ്റേറിയൻ റൂള് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതോറിറ്റേറിയൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമവും എന്താണ് കൺട്രോൾ ഇല്ലാത്ത ഒരു എന്താ പറയുക ഡെസ്പോട്ടിക് ആയിട്ടുള്ള ഒരു റൂളർ അല്ലെങ്കിൽ ഒരു രാജാവ്, ഏകാധിപതി, ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിലേക്ക് പോകാതെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന് നമുക്ക് നമ്മളെ ഒരു കാരണം കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താ? ബിക്കോസ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ലീഗൽ ആയിട്ടുള്ള ഡിറ്റൻഷനെ പറ്റൂ, അൺലോഫുൾ ആയിട്ടുള്ള ഡിറ്റൻഷൻ പറ്റില്ല. ഓക്കെ, എവറി സിറ്റിസൺ ഇസ് പ്രൊട്ടക്ടഡ് അഗൈൻസ്റ്റ് അൺലോഫുൾ ഡിറ്റൻഷൻ. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു കാരണം കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ പോലീസിന് അതോറിറ്റേറിയൻ ആവാൻ പറ്റില്ല. ഓക്കെ, സോ ദേ ആർ ഡിഫെൻഡഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉറപ്പ് നൽകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഫണ്ടമെന്റൽ എന്ന് പറയാൻ കാരണം അത് ഓർഡർ ആൻഡ് ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യമാണ്. പിന്നെ എമർജൻസിയുടെ സമയത്ത് ഇത് സസ്പെൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. പിന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. 6 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അതിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് ഇവിടെ എഴുതിയേക്കുന്ന 6ാമത്തെ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അത് ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആ പാർട്ടിൽ നിന്ന് എടുത്ത് മാറ്റി, അതായത് പാർട്ട് 3 നിന്ന് അതിനകത്ത് മാറ്റി. കാരണം ഒരു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഗവൺമെന്റ് ഒരിക്കലും സ്ഥലം ഏറ്റെടുക്കാൻ പറ്റാണ്ടാവും. നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് സ്ഥലം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഒരു സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് എടുത്തത്. പിന്നെ ഇത് റൈറ്റ് ടു ഈക്വാലിറ്റി സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ആർട്ടിക്കൽ 14 ടു ആർട്ടിക്കൽ 18 എന്താണ്? കണ്ടോ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കൽ 14 മുതൽ ആർട്ടിക്കൽ 18 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ കാണാം. ആർട്ടിക്കൽ 14 മുതൽ ആർട്ടിക്കൽ 18 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. എല്ലാവരും ഈ നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. എല്ലാവരും നിയമം ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് റേസ്, റിലീജിയൻ, കാസ്റ്റ്, ജെൻഡർ, പ്ലേസ് ഓഫ് ബർത്ത്. ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്റ്റേറ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കൽ 15. ആർട്ടിക്കൽ 16 പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് ഉള്ളത്. ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല സ്റ്റേറ്റ്. പിന്നെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഇറ്റ്സ് പ്രാക്ടീസ് ആണ്. ഒരു തരത്തിലുള്ള അൺടച്ചബിലിറ്റിയും നമ്മൾ എന്താണ് അനുവദിക്കുന്നില്ല. അതെല്ലാം അബോളിഷൻ ആണ്. പിന്നെ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, എല്ലാ ടൈറ്റിൽസും അബോളിഷ് ചെയ്തിട്ടുണ്ട്. മിലിറ്ററി അക്കാഡമിക് ടൈറ്റിൽസ് അല്ലാതെ വേറെ ഒരു ടൈറ്റിൽസും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന രാജ, റാണി ഇങ്ങനെയുള്ള ടൈറ്റിൽസ് ഒന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അക്കാഡമിക് ടൈറ്റിൽസ് വയ്ക്കാം. പിന്നെ റൈറ്റ് ടു ഫ്രീഡം, എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പീസബിളി അസംബിൾ വിതൗട്ട് ആംസ്, അസോസിയേഷൻ ഉള്ള ഫോം അസോസിയേഷൻസ് അതിനുള്ള റൈറ്റ്. പിന്നെ എവിടെയും മൂവ് ചെയ്യാനുള്ള റൈറ്റ്, ത്രൂ ദ ടെറിട്ടറി ഓഫ് ദിസ് കൺട്രി, എവിടെയും റിസൈഡ് ചെയ്യാനുള്ള, താമസിക്കാനുള്ള റൈറ്റ്. ഇതൊക്കെയാണ് ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡത്തിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പറയാവുന്നത് അതാ കണ്ടോ, പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. നിങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ കൺവിക്ട് ചെയ്തതിൽ നിന്നും പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. എലിമെന്ററി എഡ്യൂക്കേഷനുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൻ കേസസ്. കണ്ടോ, അറസ്റ്റ് ചെയ്യാനും ഡിറ്റൻറ്റ് ചെയ്യാനും അതിൽ നിന്ന് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആർട്ടിക്കൽ 22. അങ്ങനെ വെറുതെ ഒന്നും നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ സ്ലേവറി കംപ്ലീറ്റ്ലി അബോളിഷ്ഡ് ആണ്. ദേവദാസി സിസ്റ്റം കംപ്ലീറ്റ്ലി അബോളിഷ്ഡ് ആണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇമ്മോറൽ ട്രാഫിക്കിംഗ് ഇതൊക്കെ ബാൻഡ് ആണ്, പണിഷബിൾ ഒഫൻസ് ആണ്. പിന്നെ സെല്ലിംഗ് ആൻഡ് ബൈയിങ് ഓഫ് മെൻ ആൻഡ് വുമൺ ആൻഡ് ചിൽഡ്രൻ
ഇതൊന്നും പെർമിറ്റഡ് അല്ല. ഇതൊക്കെയാണ് എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊവിഷൻസ് വിച്ച് ആർ ദർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. പിന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറി, അതും ഹസാർഡസ് ആക്ടിവിറ്റീസ് ഉള്ള ഫാക്ടറീസിൽ വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്നതല്ല. അങ്ങനെ അഥവാ ഏതെങ്കിലും കുട്ടികൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുകയാണെങ്കിൽ കമ്പനി ഓണേഴ്സ് അവർക്കെതിരെ പണിഷ്മെന്റ്സ് ഉണ്ടായി. ഓക്കെ, ലീഗൽ ആക്ഷൻസ് ഉണ്ടായി. നെക്സ്റ്റ് വൺ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നിങ്ങൾക്ക് ഏത് ഫെയ്ത്തും ഫോളോ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്നതിന്റെ പേരിൽ, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടാക്സ് ഒന്നും നിങ്ങൾ അടക്കേണ്ട കാര്യമില്ല. ഓക്കെ, പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർട്ടൺ മതവിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടാക്സസ് അടക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് ഈ റിലീജിയൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ സം ടാക്സ് എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള ടാക്സേഷൻ ഒന്നും ഇല്ല ടു പ്രൊപ്പഗേറ്റ് ഓർ പ്രോസസ് എനി റിലീജിയൻ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള റിലീജിയൻ ഫോളോ ചെയ്യാനും അതിന്റെ റിലീജിയസ് അഫയേഴ്സ് മാനേജ് ചെയ്യാനും ഉള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കാം, ചർച്ച് പണിയാം, ടെമ്പിൾ പണിയാം, മോസ്ക് പണിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കാം. ഇതിനുള്ള ഫ്രീഡം ഒക്കെ നമുക്കുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മൈനോറിറ്റീസ് ആണെങ്കിൽ, ഓക്കെ, മൈനോറിറ്റീസ് ആണെങ്കിൽ യു കൻ സ്റ്റാർട്ട് യുവർ ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിന് വേണ്ടിയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ റിലീജിയസ് മൈനോറിറ്റി ആണെങ്കിൽ റിലീജിയസ് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണെങ്കിൽ അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ നിങ്ങൾ മൈനോറിറ്റീസ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് കൊങ്കിണി എന്ന് പറയുന്ന ഭാഷ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ ലാംഗ്വേജും അവരുടെ കൾച്ചറും അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് അവരുടേതായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാം. അതിന് ഗവൺമെന്റ് സഹായം നൽകും, ഗവൺമെന്റ് അതിന് അസിസ്റ്റൻസ് നൽകും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദെയർ ഓൺ കൾച്ചർ. സോ ഒരു കൾച്ചറൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ദേ ക്യാൻ സ്റ്റാർട്ട് ദെയർ ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓക്കെ, അസോസിയേഷൻസ് ഇതൊക്കെ അവർക്ക് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇത് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഹേബിയസ് കോർപ്പസ്, മെന്റാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോറാറി, കോ വാറന്റോ. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് തിരികെ തരുന്നത്. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വായിച്ചോളൂ, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. റൈറ്റ് ടു സീ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അത് പഠിച്ചു പോകും. പിന്നെ വരുന്നത് DPSP ആണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിരിക്കുന്നത്, പാർട്ട് 4-ലാണുള്ളത്. ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ് ഈ DPSP ഡീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ്, ഓക്കെ, ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ എഴുതിയിരിക്കണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നത്, സോഷ്യലിസ്റ്റിക്, ഗാന്ധിയൻ, അതുപോലെ തന്നെ ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ DPSP കഴിഞ്ഞ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതി വെച്ചോ, എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി, ഏത് കമ്മിറ്റിയാണ്, സ്വർണ്ണ സിംഗ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവരുന്നത്. 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറയാവുന്നത് ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ആൻഡ് ദാറ്റ് യു നീഡ് ടു റൈറ്റ്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ആർട്ടിക്കിൾ 51A എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അത് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണ് കേട്ടോ. സോ അത് ഓർത്ത് വെച്ചോ, ആർട്ടിക്കിൾ 51A. അപ്പൊ ഇത്രയുള്ള മോഡ്യൂൾ 2 നിങ്ങൾ നോക്കേണ്ടത്. ദാറ്റ്സ് ഓൾ.